ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യമനി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് സാധാരണ മന്തിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇതിൻ്റെ റൈസ് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഇതിന് ചിക്കന് ഒരു ജ്യൂസി ഫോമിലാണ് വരുന്നത്. ഇത് നമുക്ക് ഒരു 45 മിനിറ്റ് കൊണ്ട് തന്നെ റൈസും ചിക്കനും ഒരുമിച്ച് വേവിച്ചെടുക്കുന്ന ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഫ്രഷ് മല്ലി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു 2-3 ഏലക്കായ, ഗ്രാമ്പു, പട്ട, പിന്നെ ഒരു ഉണങ്ങിയ ചെറുനാരങ്ങ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമുക്കിങ്ങനെ പൊടിച്ച് വെച്ചാൽ ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചാൽ നമുക്കിങ്ങനെ മന്തി ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മസാല വേണമെങ്കിൽ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇപ്പോൾ മസാല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒലീവ് ഓയിൽ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറും നമ്മുടെ യമനി മന്തിക്ക് തരും. ഇനി ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കനിൽ മസാല തേച്ച് പിടിപ്പിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചിക്കനാണ്. അത് തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് മസാലയൊക്കെ തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഒരു ചിക്കൻ യമനി മന്തിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയമാണോ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് അത്രയും ടേസ്റ്റ് ഉണ്ടാവും ചിക്കന്. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഫ്രഷ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുമൊന്നും വേണ്ട. അതാണ് പെട്ടെന്ന് യമനി മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ക്യാപ്സിക്കം കുറച്ച് വലിപ്പത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി 1-2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം. ഇനി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഒരു 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ചിക്കന് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് 1 ഗ്ലാസ് കുറച്ചിട്ട് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റീമിൻ്റെ മുകളിലത്തെ തട്ട് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഇങ്ങനെ ഓട്ടയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചിട്ട് അങ്ങനെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫോയിൽ പേപ്പർ ഇടുമ്പോൾ ഒരു രണ്ട് ലെയറായിട്ട് ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ മേലെ വെക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ ചോറിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റും കൊടുക്കും ഈ റൈസിന്. അപ്പോൾ ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഫോയിൽ പേപ്പർ ഇട്ട് മൂടിയിട്ട് നന്നായിട്ട് അടച്ച് വേവിക്കുക. ഒരു 40 മിനിറ്റ് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. ഒരു 40 അല്ലെങ്കിൽ 35 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 35 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ റൈസും ഒന്നിനൊന്ന് തൊടാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഒരു ബ്ലാക്കിഷ് കളറായിരിക്കും. അതിന് മസാലയൊക്കെ അങ്ങനത്തെ ഒരു ഫ്ലേവറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ യമനി മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ബിരിയാണി ഉണ്ടാക്കുന്നതൊന്നും അത്രയും ഇൻഗ്രീഡിയൻസും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ യമനി മന്തി തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് യമനി മന്തിക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്റ്റീം കൊടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിൽ ചാർക്കോൾ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് 3-4 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ.